ബുധനാഴ്ച രാത്രി 11:30-യോടെയാണ് സംഭവം. ക്ഷേത്രത്തിന് സമീപത്തെ പാടത്ത് വെച്ച് അനന്തുവിനെ പത്തംഗ സംഘം വളഞ്ഞിട്ട് ആക്രമിച്ചു. അക്രമികളുടെ ചവിട്ടേറ്റ അനന്തു സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. +2 വിദ്യാർത്ഥിയായ അനന്തുവും സഹപാഠികളായ അക്രമികളും തമ്മിൽ നേരത്തെ സ്കൂളിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ തർക്കം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിച്ചു. എന്നാൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തവർ ഇന്നലെ വൈകിട്ട് അനന്തുവിനെ തേടി വീട്ടിലെത്തി. അനന്തു വീട്ടിലുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിന് സമീപത്തെ പാടത്ത് വെച്ച് ഇവർ അനന്തുവിനെ ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിലും വയറ്റിലും മാരകമായ മർദ്ദനമേറ്റ അനന്തു സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. സഹപാഠികളടക്കം 10 പേരെ ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായവരിൽ 5 പേർക്ക് കൊലപാതകവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായവരെല്ലാം RSS BJP പ്രവർത്തകരാണ്. എന്നാൽ കൊലപാതകത്തിന് രാഷ്ട്രീയ മാനങ്ങളില്ലെന്ന് പോലീസ് അറിയിച്ചു. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. 1.5 മാസത്തിനിടെ ആലപ്പുഴ ജില്ലയിലുണ്ടാകുന്ന 8ാം കൊലപാതകമാണ് ഇത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.